വീട്ടിലേക്കുള്ള വഴി കയ്യേറി കക്കൂസിന് കുഴി നിർമ്മിച്ചതോടെ പുറത്തിറങ്ങാൻ കഴിയാതെ രണ്ട് കുടുംബങ്ങൾ. പാണ്ടിക്കാട് പഞ്ചായത്തിലെ കൊടശ്ശേരിയിലാണ് സംഭവം. വില്ലേജ് അധികൃതർക്കും പോലീസിനും പരാതി നൽകിയെങ്കിലും പരിഹാരമാവാത്തതോടെ പട്ടികജാതി ക്ഷേമ വകുപ്പിന് പരാതി നൽകിയിരിക്കുകയാണ് ഇവർ. 60 വർഷങ്ങൾക്ക് മുൻപ് അങ്ങാടിയിൽ വീട്ടിൽ സുകുമാരന്റെ പിതാവ് ചെങ്കണംകുന്ന് പ്രദേശത്ത് 5 സെന്റ് സ്ഥലം വാങ്ങിയാണ് വീട് വെച്ചത്. വീട്ടിലേക്കുള്ള വഴിയും സ്ഥലം വിറ്റ ഉടമ വാക്കാൽ നൽകിയിരുന്നു. പിന്നീട് ഇവരുടെ സ്ഥലത്തിന് തൊട്ടടുത്തായി പാലൂരാൻ അബ്ദുറഹ്മാൻ എന്നയാളും വീട് വെച്ച് താമസം ആരംഭിച്ചു. ഈ രണ്ട് വീടുകളിലേക്കും എത്തിപ്പെടാൻ ഈ ഏക വഴിയാണുള്ളത്. ഈ വഴിയാണ് പൂർണ്ണമായും അടച്ചുകൊണ്ട് അവിടെ കക്കൂസിന് കുഴി നിർമ്മിച്ചിരിക്കുന്നത്. ഇതോടെ പുറത്തു പോകാൻ കഴിയാതെ പ്രയാസപ്പെടുകയാണ് ഈ കുടുംബങ്ങൾ. പ്രായമായ അമ്മയെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ പോലും കഴിയാത്ത സ്ഥിതിയാണ് ഇപ്പോഴെന്ന് സുകുമാരൻ പറയുന്നു. 60 വർഷമായി നമ്മൾ ഇവിടെ താമസം തുടങ്ങിയിട്ട്. അത് തുടങ്ങിയ ശേഷം നമ്മൾ 3 പേർക്കും ഒരു ടീമിൻ്റെ നിന്നാണ് ഞങ്ങൾ സ്ഥലം എടുത്തത്. ഞങ്ങൾ ആദ്യം അതിനെ എടുത്തു. ഞങ്ങൾ 5 സെൻറ്റ് രജിസ്റ്റർ ചെയ്ത് ക്ലിയറായി. വഴി അവർ കാണിച്ചു തന്നു. ചെക്ക് വേണം, ആ വഴിയാണ് കാണിച്ചു തന്നത്. ഒരു വാക്കാലാണെന്ന് വഴി കിട്ടിയത്. അന്ന് രേഖമൂലമൊന്നും ഏറ്റില്ല. അതിൻ്റെ താഴെയാണ് പിന്നീട് അവരൊക്കെ വന്നത്. ഇപ്പോൾ അവർ റെക്കോർഡ് നോക്കുമ്പോൾ അവർക്ക് 14 സെൻറ്റ് സ്ഥലമുണ്ട്. 11 സെൻറ്റാണ് അവർ രജിസ്റ്റർ ചെയ്ത് കൊടുത്ത്. 14 സെൻറ്റ് അളന്ന് നോക്കുമ്പോൾ അധികാരം മുഖേന 14 സെൻറ്റ് ഉണ്ടെന്നാണ് പറയുന്നത്. റെക്കോർഡും അതിൻ്റെ ഒരു നീതി അടക്കമുണ്ട്. ആ 14 സെൻറ്റിൽ നിന്ന് അവരെ മകൾക്ക് ഒരു ഭാഗത്ത് 3 സെൻറ്റ് രജിസ്റ്റർ ചെയ്ത് കൊടുത്തു. ആ രജിസ്റ്റർ ചെയ്ത് കൊടുത്തപ്പോൾ ആ 3 സെൻറ്റിലാണ് നമ്മൾ വഴി കിടക്കുന്നത്. ആ വഴി കൊടുത്തപ്പോൾ അവർ അതിര് കാണിക്കുന്നത് ത്രാശ്ശേരി അതിൻ്റെ അതിരാണ് കാണിക്കുന്നത്. അപ്പം നമ്മളെ വഴി അതിൽ കുടുങ്ങി. കാരണവശാൽ നമ്മളോട് അറിയാതെ അവർ JCB കൊണ്ട് ഉപയോഗിച്ചുകൊണ്ട് മാന്തി കക്കൂസും വരെ കുറ്റി. ഈ 84 വയസ്സായ അമ്മനെ പുറത്ത് കൊണ്ടുപോകാൻ പറ്റാത്ത അവസ്ഥയിലാക്കി വരും. ചെയ്യാൻ പറ്റുമോ? വെള്ളങ്കര, ഫൗസിയ എന്നിവർക്ക് പിതാവ് അയമു ഇഷ്ടദാനമായി നൽകിയ 3 സെന്റ് സ്ഥലത്താണ് വീട് വെച്ചിട്ടുള്ളത്. ഈ 3 സെന്റ് സ്ഥലത്തിലൂടെയാണ് വഴി കടന്നു പോകുന്നത്. ഇവിടെ കക്കൂസ് കുഴി നിർമ്മിച്ച് മുകളിൽ സ്ലാബിടാനായിരുന്നു ഇവരുടെ തീരുമാനം. ശേഷം ഈ വഴിയിലൂടെ കാൽനടയായിട്ട് ഇവർക്ക് സഞ്ചരിക്കാമെന്ന ഉദ്ദേശത്തോടെയാണ് ഇവർ കുഴി നിർമ്മിച്ചത്. എന്നാൽ വെള്ളങ്കര അയമുവിന്റെ ആധാരത്തിൽ 11 സെന്റ് സ്ഥലമാണുള്ളത്. സുകുമാരൻ പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ ചെമ്പ്രശ്ശേരി വില്ലേജ് ഓഫീസർ സ്ഥലം വന്ന് പരിശോധിച്ചപ്പോൾ 14 സെന്റ് സ്ഥലമുള്ളതായി കാണാൻ കഴിഞ്ഞു. കാര്യം തിരക്കിയപ്പോൾ ഈ 14 സെന്റ് സ്ഥലത്തിന് നികുതി അടക്കുന്നുണ്ടെന്നാണ് ഇവർ പറയുന്നത്. വില്ലേജ് ഓഫീസർ ഇവർക്ക് വഴി വിട്ടു നൽകിപ്പോയെങ്കിലും ഫലമുണ്ടായില്ല. തുടർന്ന് ഈ വഴിക്ക് മധ്യേ ഇവർ കുഴി നിർമ്മിക്കുകയായിരുന്നു. വിഷയം ചൂണ്ടിക്കാട്ടി സുകുമാരൻ പാണ്ടിക്കാട് പോലീസിൽ പരാതി നൽകി. 3 അടി വഴിയെങ്കിലും രേഖാമൂലം വിട്ടു നൽകണമെന്നതാണ് ഈ രണ്ട് കുടുംബങ്ങളുടെയും ആവശ്യം. എന്നാൽ ഈ കുഴി മണ്ണിട്ട് മൂടി പൂർവ്വസ്ഥിതിയിലാക്കി തങ്ങൾ ഇവിടെ താമസിക്കുന്ന കാലത്തോളം ഈ രണ്ട് കുടുംബങ്ങൾക്കും കാൽനടയായി ഇതിലെ സഞ്ചരിക്കാനുള്ള വാക്കാലുള്ള അനുമതിയെ നൽകാൻ കഴിയുകയുള്ളൂ എന്നും ഇരുചക്ര വാഹനം ഉൾപ്പെടെ ഒരു വാഹനവും കടത്താനുള്ള അനുമതി നൽകില്ല എന്നും ഫൗസിയയുടെ സഹോദരൻ പറഞ്ഞു. അവിടുന്ന് എന്നപ്പോൾ ഞങ്ങൾക്ക് 3 സെന്റ് സ്ഥലമാണ് എൻ്റെ വാപ്പ കൊടുത്തിട്ടുള്ളത്. അതിലാണ് ഞങ്ങളൊരു ബാത്റൂമിൻ്റെ കുഴിക്കാൻ ഉദ്ദേശിച്ച സ്ലാബ് ഇട്ട് ഇതിൽ മേലക്ക് പോണ രണ്ട് വീട്ടുകാർക്ക് 3 അടി പോയി ഞങ്ങൾ സൗകര്യം ചെയ്ത് കൊടുക്കാമെന്നാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത്. അതിനവർ സമ്മതിക്കാത്തതുകൊണ്ടാണ് ഇപ്പോൾ ഞങ്ങളിത് തൂർത്തുകാണ്ട് നിരത്തി കൊടുക്കാമെന്നുള്ളതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഇത് ഞങ്ങൾ മൂടിയിട്ട് അവർക്ക് നടക്കാനുള്ള വഴി ഞങ്ങൾ സൗകര്യം ചെയ്യും. കാൽനടയായിട്ട് നടക്കാം. അവർക്ക് വേറൊരു വഴി അവർ വാങ്ങുന്നത് വരെ അതുവരെ സൗകര്യങ്ങൾ ചെയ്ത് കൊടുക്കും. ഞാൻ അവരെ ശല്യം ചെയ്യാനോ ബുദ്ധിമുട്ടിക്കാനോ നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. അതേമാതിരി അവർ നമ്മൾ പറയുന്ന മാതിരി ഉദ്ദേശത്തിലേക്ക് വരണം. വില്ലേജ് അധികൃതർക്കും പോലീസിനും പരാതി നൽകിയിട്ടും തീരുമാനമാകാത്തതോടെ പട്ടികജാതി ക്ഷേമ വകുപ്പിന് പരാതി നൽകിയിരിക്കുകയാണ് സുകുമാരൻ. ഞങ്ങള് വഴി ഒരു തടഞ്ഞു വെച്ചു. അതന്നെ ഉണ്ടായിരുന്നു. പോലീസ് ഞങ്ങൾ വഴി അടക്കി പുറത്തുകൊണ്ട് ചെയ്ത പണിയാണ് ഈ കാട്ടിക്കുന്നത്. അതിന് ഞങ്ങൾ എവിടെ കിട്ടണിച്ചെങ്കിൽ അവിടെ പോയി കണ്ട് ഞങ്ങൾ തീരുമാനം എടുത്തിട്ട് അത് ഞങ്ങൾ അല്ലെങ്കിൽ പട്ടികജാതിക്ക് കൊടുക്കും. ഞങ്ങൾക്ക് എവിടെയെങ്കിലും കിട്ടണിച്ച് കിട്ടണ മാത്രം ഞങ്ങൾ നോക്കും. ഉടനെ കിട്ടണം. അമ്മനെ കൊണ്ട് 4-5 ദിവസമായി നമ്മളിട്ട് കൂട്ടുന്നു. ഇവർക്കും പുറത്ത് കുട്ടികൾ കയ്യേറ്റം ചെയ്ത് കണ്ടാണ് ഓരോ ദിക്കാക്കിയത്. 30 മീറ്ററാണ് മെയിൻ റോഡിലേക്ക് നമ്മൾക്ക് വഴി. അത് 200 മീറ്റർ കട കവർന്ന് കണ്ണിക്കണ്ടവരെ പറമ്പ് കൂടെ നിന്നിട്ട് അവർ മെയിൻ റോഡിലേക്ക് കുട്ടികൾ പോണത്. ഈ അധികാരികൾ കണ്ണു തുറക്കാഞ്ഞാൽ മുന്നോട്ട് പോലെ ഞങ്ങൾ തിരിച്ചു. ഈസ്റ്റ് ലൈവ്, പാണ്ടിക്കാട്.